Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Formation and Incorporation of a Company from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. In this lecture, we discuss about the formation and incorporation of a company. The formation of a company is a lengthy process which involves the stages of promotion, incorporation, capital subscription and commencement of business. ഇപ്പോൾ നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ രൂപീകരണവും അതിൻ്റെ രജിസ്ട്രേഷൻ, ഇൻകോർപ്പറേഷൻ ഇവയൊക്കെയാണ്. ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഫോർമേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. അപ്പോൾ ഈ കമ്പനിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ലെങ്തി പ്രോസസ്സാണ്, പെട്ടെന്ന് തീരുന്നതായിട്ടുള്ളൊരു പ്രക്രിയയല്ല. അത് ഇച്ചിരി ദൈർഘ്യമുള്ളൊരു പ്രക്രിയയാണ്. അതിനകത്ത് പല സ്റ്റേജസും ഉണ്ട്, പല ഘട്ടങ്ങളുണ്ട്. ഇവിടെ നമ്മൾ വിവരിക്കുന്നത് 4 ഘട്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ഘട്ടം പ്രൊമോഷൻ, 2 ഇൻകോർപ്പറേഷൻ, 3 ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, 4 കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് ഒരു കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ലെക്ചറിൽ ഇനി പഠിക്കുവാനായിട്ട് പോകുന്നത്. The first stage of formation of a company is promotion. Promotion is the first stage in the formation of a company. Promotion may be defined as the discovery of business opportunities and the subsequent organization of funds, property and managerial ability into a business concern for the purpose of making profits therefrom. അപ്പോൾ ഒരു കമ്പനിയുടെ രൂപീകരണത്തിൽ ആദ്യത്തെ ഘട്ടം അഥവാ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊമോഷൻ സ്റ്റേജാണ്. ഫോർമേഷൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊമോഷനാണ്. അപ്പോൾ എന്താണ് പ്രൊമോഷൻ? അതിൻ്റെ നിർവചനം നമുക്കൊന്ന് നോക്കാം. അതായത് പ്രൊമോഷൻ എന്ന് പറയുന്നത് ബിസിനസ് അവസരങ്ങളെക്കുറിച്ച്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്തുക, ഡിസ്കവർ ചെയ്യുക. കണ്ടെത്തിയതിന് ശേഷം അതിനുശേഷം സബ്സിക്വൻ്റായിട്ട് അതിന് വേണ്ടുന്നുള്ള പണം സ്വരൂപിക്കുക, ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്സ്, പണം സ്വരൂപിക്കുകയും അതേപോലെ തന്നെ അതിന് ആവശ്യമായ വസ്തുവകകൾ, പ്രോപ്പർട്ടി, പശ്ചാത്തല സൗകര്യങ്ങൾ സ്വരൂപിക്കുക ചെയ്യുക. മാത്രമല്ല ഈ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള മാനേജീരിയൽ എബിലിറ്റി, ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാനായിട്ടുള്ള കഴിവുള്ള ആൾക്കാരെ കണ്ടെത്തുക. ഇത് കണ്ടെത്തിയ ശേഷം, ഇതെല്ലാം സ്വരൂപിച്ച ശേഷം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി ലാഭം നേടിയെടുക്കുക. ഇതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഡിസ്കവർ ചെയ്യുക. ബിസിനസ്സിൽ ഉള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഓപ്പർച്യൂണിറ്റീസ്, ഏതെല്ലാം ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, അവസരങ്ങൾ എന്താണ്, ഇതൊക്കെ കണ്ടെത്തിയതിന് ശേഷം അതിനുവേണ്ടി ഫണ്ട്സ് ഓർഗനൈസ് ചെയ്യുക, പ്രോപ്പർട്ടി ഓർഗനൈസ് ചെയ്യുക, മാനേജറിയൽ എബിലിറ്റി ഓർഗനൈസ് ചെയ്യുക. അതായത് 3 കാര്യങ്ങളാണ്. അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുക, അത് സ്വരൂപിക്കുക, അതിനുവേണ്ടിയുള്ള മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക, ബിൽഡിംഗ് ആയാലും ലാൻഡ് ആയാലും അത്തരത്തിലുള്ള വസ്തുവകകൾ ശേഖരിക്കുക. അതേപോലെ തന്നെ ഈ ബിസിനസ്സിനെ റൺ ചെയ്യാൻ, മുന്നോട്ട് നയിക്കാൻ വേണ്ടുന്നുള്ള മാനേജറിയൽ എബിലിറ്റി ഉള്ള വ്യക്തികളെ കണ്ടെത്തുക. ഇത് 3 സ്വരൂപിച്ച ശേഷം ആ ബിസിനസ് ലാഭമുണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുക. ഈ പ്രവൃത്തിയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. So, promotion is the discovery of business opportunities and the subsequent organization of funds, property and managerial ability into a business concern for the purpose of making profits therefrom. അപ്പോൾ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബിസിനസ് അവസരങ്ങളെ തിരിച്ചറിയുകയും അതിന് വേണ്ടുന്നുള്ള ഫണ്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, മാനേജറിയൽ എബിലിറ്റി ഇവയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. The person who takes steps for formation of a company is known as the promoter. ഒരു കമ്പനി രൂപീകരിക്കാൻ വേണ്ടി, ഫോം ചെയ്യാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കുന്ന വ്യക്തിയെയാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രൊമോഷൻ എന്താണെന്ന് പഠിച്ചു. ആ പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയ്ക്ക് വേണ്ടുന്നുള്ള നടപടികൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നടപടികൾ എടുക്കുന്ന വ്യക്തിയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. The promoter conceives the idea or visualizes a project and then take steps to execute the idea into a reality.
അപ്പോൾ പ്രൊമോട്ടർ ഒരു ഐഡിയ കൺസീവ് ചെയ്യുന്നു, ഒരു ആശയത്തിന് ജന്മം നൽകുന്നു, പുതിയൊരു ബിസിനസ് ആശയത്തിന് ജന്മം നൽകുന്നു, അല്ലെങ്കിൽ പുതിയൊരു സംരംഭം മനസ്സിൽ കാണുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, എന്നിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പ്രൊമോഷൻ എന്ന് മനസ്സിലായി. ആരാണ് പ്രൊമോട്ടർ? ഹൂ ഈസ് എ പ്രൊമോട്ടർ? അത് നമുക്ക് മനസ്സിലായി കാണാം. അപ്പോൾ പ്രൊമോട്ടർ ആരാണ്? ഒരു ബിസിനസ് ഐഡിയ കൺസീവ് ചെയ്ത് അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഇൻകോർപ്പറേഷൻ. ഇറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. എ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺലി വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ രൂപീകരണത്തിൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ സ്റ്റേജ് ആണ്. ഒരു കമ്പനീസ് ആക്ട് പ്രകാരം, കമ്പനികാര്യ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ആ കമ്പനി നിയമപരമായി നിലവിൽ വരികയുള്ളൂ. ഒരു കമ്പനി നിലവിൽ വരണമെങ്കിൽ ആ കമ്പനീസ് ആക്ട് അഥവാ കമ്പനികാര്യ നിയമം, ഇപ്പോഴാണെങ്കിൽ കമ്പനികാര്യ നിയമം 2013, ആ 2013 മുമ്പാണെങ്കിൽ കമ്പനികാര്യ നിയമം 1956 പ്രകാരമായിരിക്കും ഒരു കമ്പനി നിലവിൽ വരുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഇൻകോർപ്പറേഷൻ സ്റ്റേജ്. ഒരു കമ്പനിയെ രജിസ്റ്റർ ചെയ്യണം. കമ്പനി നിലവിൽ വരണമെങ്കിൽ അതിനെ ആദ്യത്തെ നമ്മൾ പഠിച്ചു പ്രൊമോഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റേജിൽ ആ സംരംഭത്തെ നമ്മൾ കമ്പനികാര്യ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ആ കമ്പനി നിലവിൽ വരുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് ഇൻകോർപ്പറേഷൻ. If the company formed as a public company, any 7 or more persons associated for any lawful purpose may form the same by getting it registered with the Registrar of Companies. ഇനി നമ്മുടെ കമ്പനി ഒരു പബ്ലിക് കമ്പനി ആയിട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ 7 അതിൽ കൂടുതലോ വ്യക്തികൾ, അതായത് നിയമപരമായിട്ടുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടി 7 അതിൽ കൂടുതലോ വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ഒരു സംരംഭം തുടങ്ങുകയും അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കീഴിൽ ആ സംരംഭത്തെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഇൻകോർപ്പറേഷൻ എന്ന് വിളിക്കാം. അങ്ങനെ ഒരു കമ്പനി നിലവിൽ വരികയും ചെയ്യുന്നു. ഇഫ് ദ കമ്പനി ഈസ് ടു ബി ഫോംഡ് ആസ് എ പ്രൈവറ്റ് കമ്പനി, എനി 2 or more ബട്ട് നോട്ട് മോർ ദാൻ 200% ഗെറ്റ് ദ സെയിം രജിസ്റ്റേർഡ്. ഇനി കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ മിനിമം 2 അതിൽ കൂടുതലോ വ്യക്തികൾ, പക്ഷെ മാക്സിമം 200 പാടുള്ളൂ, ഇത്രയും വ്യക്തികൾ ആ സംരംഭത്തെ രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ കമ്പനി നിലവിൽ വരികയുള്ളൂ. അപ്പം മിനിമം 2ഉം മാക്സിമം 200 വ്യക്തികളുള്ള ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറയും. ദ കമ്പനി ഫോംഡ് വെദർ പബ്ലിക് ഓർ പ്രൈവറ്റ് മേ ബി ലിമിറ്റഡ് കമ്പനി ഓർ അൺലിമിറ്റഡ് കമ്പനി. ഇത്തരത്തിൽ പബ്ലിക് ആയിട്ടോ പ്രൈവറ്റ് ആയിട്ടോ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനികൾ ഒന്നുകിൽ ലിമിറ്റഡ് കമ്പനി ആയിരിക്കും അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആയിരിക്കും. എന്താണ് ലിമിറ്റഡ് കമ്പനി എന്നും അൺലിമിറ്റഡ് കമ്പനി എന്നും നമ്മൾ കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ ലെക്ചറുകൾ കേട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി പഠിക്കുമ്പോൾ ലിമിറ്റഡ് കമ്പനി എന്താണ്, അൺലിമിറ്റഡ് കമ്പനി എന്താണെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. Third stage in the formation of a company is capital subscription. A private company or a public company not having share capital can commence business immediately on its incorporation. As such, capital subscription stage is relevant only in the case of a public company having a share capital. Such a company has to pass through this stage before it can commence business. Under the capital subscription stage comes the task of obtaining the necessary capital for the company. അപ്പോൾ കമ്പനിയുടെ രൂപീകരണത്തിൽ അല്ലെങ്കിൽ ഫോർമേഷനിൽ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആണ്. എന്താണ് ഈ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? കമ്പനിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മൂലധനം സമാഹരിക്കുക. ആ ഒരു ജോലിക്കാണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഘട്ടത്തിനെയാണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജ് എന്നും പറയുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനിക്കോ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത പബ്ലിക് കമ്പനിക്കോ രണ്ടാമത്തെ സ്റ്റേജായ ഇൻകോർപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബിസിനസ് കമൻസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഷെയർ ക്യാപിറ്റൽ ഉള്ള ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ച് ഇൻകോർപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഈ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്.
അതായത് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം സമാഹരിക്കുക എന്നുള്ള ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജ് റിലവൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബാധകമായിട്ടുള്ളത് പബ്ലിക് കമ്പനി ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ ഉള്ള ഒരു പബ്ലിക് കമ്പനിക്ക് മാത്രമായിരിക്കും. അത്തരത്തിലുള്ള കമ്പനി ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ്, കമൻസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഘട്ടത്തിലൂടെ, ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകണം. അപ്പോൾ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പനിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മൂലധനം സമാഹരിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജിലൂടെ ഒരു പ്രൈവറ്റ് കമ്പനിക്കും ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത പബ്ലിക് കമ്പനിക്കും കടന്നു പോകേണ്ട ആവശ്യമില്ല. അവർക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ നിന്ന് നേരെ നാലാമത്തെ സ്റ്റേജായ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിലേക്ക് പോകാവുന്നതാണ്. എന്നാൽ ഷെയർ ക്യാപിറ്റൽ ഉള്ള ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ച് ഈ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഫോർത്ത് സ്റ്റേജ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി ഈസ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ ടു ബി ഇഷ്യൂഡ് ബൈ ദ ഡയറക്ടേഴ്സ് within 180 days of incorporation of a company, stating that the subscribers to the memorandum of the company has paid the value of shares so agreed by them, along with a verification of registered office address of the company. This declaration need to be filed along with proof of subscription money received by the company in Form 20A with the Registrar of Companies. ഒരു കമ്പനിയുടെ രൂപീകരണത്തിൽ നാലാമത്തെ ഘട്ടം അഥവാ നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സാണ്. എന്നാൽ ബിസിനസ് ആരംഭിക്കുന്ന ഘട്ടം. അപ്പോൾ ഇതിനു മുമ്പായിട്ട് ഇത് ആരംഭിക്കണം, ഇത്തരത്തിൽ ബിസിനസ് ആരംഭിക്കണമെങ്കിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം, എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം 180 ദിവസത്തിനുള്ളിൽ ഒരു ഡിക്ലറേഷൻ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. ആ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് കമ്പനിയുടെ മെമ്പേഴ്സ് അഥവാ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം, കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ്, വരിക്കാരെന്ന് പറയുന്ന കമ്പനിയിൽ അംഗങ്ങളാകാൻ തീരുമാനമെടുത്തിട്ടുള്ള വ്യക്തികൾ, അവരുടെ പേര് വിവരങ്ങളെല്ലാം മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തികൾ അവർ എടുക്കാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്ന വാല്യൂ ഓഫ് ഷെയർസ് പേ ചെയ്തു. അവരെടുത്തിരിക്കുന്ന ഷെയറുകളുടെ മൂല്യം അവർ കമ്പനിക്ക് നൽകി എന്ന് ഉള്ളൊരു സത്യവാങ്മൂലവും ആ ഡിക്ലറേഷനും, അതോടൊപ്പം കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് വെരിഫൈ ചെയ്തു അല്ലെങ്കിൽ അത് പരിശോധിച്ചു എന്ന ഒരു സത്യവാങ്മൂലം കൂടി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഈ സത്യവാങ്മൂലം ഈ ഷെയർസിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ ഷെയർസിൻ്റെ വാല്യൂ പേ ചെയ്തതായിട്ടുള്ള പ്രൂഫ്, അതായത് ആ പൈസ കമ്പനിക്ക് കിട്ടിയതായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ മണി കിട്ടിയതായിട്ടുള്ള പ്രൂഫിനോടൊപ്പം ഫോം 20A കമ്പനികാര്യ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. ഇത് കമ്പനികാര്യ രജിസ്ട്രാർക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ കമ്പനികാര്യ രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്നാണ്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കാവുന്നതാണ്, പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ്. ഇതാണ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ടേഴ്സ് 180 ദിവസത്തിനുള്ളിൽ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അവർ എഗ്രി ചെയ്തിരിക്കുന്ന വാല്യൂ ഓഫ് ഷെയർസ് കമ്പനിക്ക് ലഭിച്ചുവെന്നും അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് വെരിഫൈ ചെയ്തെന്നുള്ള ഡിക്ലറേഷൻ ഫോം 20A രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. ഇതാണ് ഈ ഘട്ടം കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് പറയുന്നത്. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ രജിസ്ട്രാർ അത് പരിശോധിച്ച ശേഷം കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകും. ഇതാണ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. Assignment questions for you. Number 1, define promotion. Number 2, who is a promoter? Number 3, what is incorporation? And finally, what is capital subscription? I hope all of you have understood the topic formation and incorporation of a company quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.